നാം വസിക്കുന്ന പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം പോലെ തന്നെ പ്രസക്തമാണ് ലോകാവസാനം എങ്ങനെയെന്ന ചോദ്യവും. രണ്ടിനും സംശയരഹിതമായ ഉത്തരം നൽകാൻ ശാസ്ത്ര സമൂഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ ഇരു കാര്യങ്ങളിലും നിരവധി സാധ്യതകൾ ശാസ്ത്രലോകം തുറന്നിടുന്നുമുണ്ട്. ഈ പ്രപഞ്ചവും ഭൂമുഖത്ത് ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യവും അതിസങ്കീർണമാകുമ്പോൾ ലോകാവസാനത്തെക്കുറിച്ച് ഏറെക്കുറെ കൃത്യമായ കാഴ്ചപ്പാടാണ് ശാസ്ത്ര സമൂഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. ലോകാവസാനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളെ ശാസ്ത്രീയം, മതപരം, പ്രവചനം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വിശ്വാസ തലത്തിൽ നിന്ന് പരിശോധിക്കേണ്ടതിനാൽ അത് ഓരോരുത്തരുടെയും യുക്തിക്ക് വിടാം. ശാസ്ത്ര സമൂഹം ലോകാവസാനത്തെക്കുറിച്ച് വിവിധ സാധ്യതകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഭൂമി ഉൾപ്പെടുന്ന നമ്മുടെ ക്ഷീരപഥം അഥവാ മിൽക്കി വേ ഗാലക്സിയുടെ ഊർജ സ്രോതസ് സൂര്യനാണ്. മറ്റൊരു തരത്തിൽ സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഏതു വ്യതിയാനവും ഭൂമി ഉൾപ്പെടുന്ന ഗ്രഹസമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്ന് ചുരുക്കം. സൂര്യനെ സ്വയം പ്രകാശിക്കാനും ഭൂമിയിലേക്കുള്ള ഊർജപ്രവാഹം സൃഷ്ടിക്കാനും പ്രാപ്തമാക്കുന്നത് അതിൻ്റെ സ്വയം ജ്വലനമാണ്. സൂര്യനിൽ ഭൂരിഭാഗവും ഹൈഡ്രജൻ വാതകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൂര്യൻ്റെ അതിശക്തമായ ആകർഷണത്തിൽപ്പെട്ട് കേന്ദ്രഭാഗത്തേക്ക് ഭീകരമായ ചൂടും സമ്മർദ്ദവും അനുഭവപ്പെടും. ഏകദേശം 1.5 കോടി ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇവിടുത്തെ താപനില. അവിടെ ഹൈഡ്രജൻ ആറ്റങ്ങൾ ന്യൂക്ലിയർ സംയോജനം എന്ന പ്രക്രിയയ്ക്ക് വിധേയമാവുകയും ഹീലിയമായി മാറുകയും ചെയ്യുന്നു. ഈ പരിണാമ പ്രക്രിയയിൽ പുറന്തള്ളുന്ന ഊർജം സൂര്യൻ്റെ ഉപരിതലത്തിൽ എത്തുകയും പ്രകാശവും ചൂടുമായി പ്രസരിക്കുകയും ചെയ്യും. ഇതിൽ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഭൂമിയിൽ അനുഭവപ്പെടുന്നതും ജീവന്റെ നിലനിൽപ്പിനെ അത് സഹായിക്കുന്നതും. ശാസ്ത്രലോകത്തിൻ്റെ ഇപ്പോഴത്തെ നിഗമനമനുസരിച്ച് 500 കോടി വർഷങ്ങൾ കൊണ്ട് സൂര്യനിലെ ഹൈഡ്രജൻ നിക്ഷേപം പൂർണ്ണമായി കത്തിത്തീരും. ഹൈഡ്രജൻ അവസാനിക്കുന്നതോടെ സൂര്യൻ്റെ കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ അവസാനിക്കുകയും അവിടെയുള്ള താപനില അനിയന്ത്രിതമായി വർദ്ധിക്കുകയും ചെയ്യും. ഇതുമൂലം സൂര്യൻ്റെ പുറംഭാഗം വികസിച്ച് വലുതാവുകയും സൂര്യൻ ഒരു ഭീമാകാരമായ ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറുകയും ചെയ്യും. ഇത്തരത്തിൽ മുൻപ് ഹൈഡ്രജൻ വാതകം തീർന്ന് പരിണാമദിശയിൽ അവസാന ഘട്ടമെത്തിയ മറ്റു ഭീമൻ ചുവന്ന നക്ഷത്രങ്ങൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആകാശത്ത് ദൃശ്യമാണ്. അതേ അവസ്ഥയിലാകും 500 കോടി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സൂര്യൻ എന്ന് ചുരുക്കം. സൂര്യൻ്റെ മധ്യഭാഗത്ത് ചൂട് അനിയന്ത്രിതമായി ഉയർന്ന് 10 കോടി ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്ന ഘട്ടത്തിൽ ഹീലിയം വാതകവും കത്താൻ തുടങ്ങും. എന്നാൽ ഈ ഹീലിയം അധികനാൾ കത്താനുണ്ടാകില്ല. പിന്നീട് സൂര്യന് ഗുരുത്വാകർഷണം നിയന്ത്രിക്കാനാകാതെ വരുന്നതോടെ പുറംഭാഗം പ്രപഞ്ചത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് തെറിച്ചു പോവുകയും കേന്ദ്രഭാഗം അവിടെ അവശേഷിക്കുകയും ചെയ്യും. പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇത് തണുത്തുറഞ്ഞ് ഒരു കുള്ളൻ നക്ഷത്രമായി മാറുകയും ചെയ്യും. പക്ഷേ സൂര്യൻ ഈ അവസ്ഥയിലേക്ക് പരിണമിക്കുന്നതിന് സാക്ഷിയാകാൻ ഭൂമി ഉൾപ്പെടുന്ന ക്ഷീരപഥം സാക്ഷിയായി ഉണ്ടാകണമെന്നില്ല. സ്വാഭാവികമായും മനുഷ്യരാശി അതിനും നാളുകൾക്ക് മുന്നേ അവസാനിക്കുകയും ചെയ്യും. ഹൈഡ്രജൻ നഷ്ടമായി സൂര്യൻ വികസിച്ചു വരുന്ന ഘട്ടത്തിൽ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ സൂര്യൻ വിഴുങ്ങും. സൂര്യൻ ഭൂമിയുടെ ഭ്രമണപഥം വരെ വലുതാകുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. സൂര്യൻ ഭൂമിയെ നേരിട്ട് വിഴുങ്ങിയില്ലെങ്കിൽ പോലും അതിൻ്റെ അമിതമായ ചൂട് കാരണം ഭൂമിയിലെ കടലുകളെല്ലാം വറ്റിപ്പോവുകയും ജീവന്റെ എല്ലാ കണികകളും പൂർണ്ണമായി നശിച്ച് ഭൂമി ഒരു ഉരുകിയ പാറക്കൂട്ടമായി മാറുകയും ചെയ്യും. അതിനർത്ഥം സൂര്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന താപനില വർധനവും അതുവഴി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഭൂമിയിൽ മനുഷ്യനും സർവ്വജീവജാലങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇല്ലാതായിട്ടുണ്ടാകും. പ്രപഞ്ചം ഇല്ലാതാകുന്നതിന് മറ്റൊരു സാധ്യതയായി ശാസ്ത്രലോകം കരുതുന്നത് ആൻഡ്രോമിഡ ഗാലക്സി നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുമായി ഉണ്ടാകുന്ന കൂട്ടിയിടിയാണ്.
ക്ഷീരപഥത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതുമായ നക്ഷത്ര സമൂഹമാണ് ആൻഡ്രോമീഡ ഗാലക്സി. ഭൂമിയിൽ നിന്ന് 25 ലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ ക്ഷീരപഥത്തേക്കാൾ വലിപ്പമേറിയതുമാണ് ഇത്. 1 ലക്ഷം കോടി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ആൻഡ്രോമീഡയെ തെളിഞ്ഞ ആകാശത്ത് ചുറ്റിപ്പിണഞ്ഞ സർപ്പാകൃതിയിൽ ദൃശ്യമാണ്. നമ്മുടെ ക്ഷീരപഥം രൂപപ്പെട്ട അതേ സമയത്ത് ജന്മമെടുത്തതെന്ന് കരുതുന്ന ആൻഡ്രോമീഡ സെക്കൻഡിൽ 110 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ ക്ഷീരപഥത്തെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് ശേഷം ആൻഡ്രോമീഡയെയും നമ്മുടെ ക്ഷീരപഥവുമായി കൂട്ടിയിടി ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. 2 നക്ഷത്ര സമൂഹവും കൂടിച്ചേർന്ന് മിൽക്കോമീഡ എന്ന പുതിയ ഗാലക്സി രൂപപ്പെടും. എന്നാൽ നക്ഷത്രങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുന്നതിനാൽ ഭൂമിക്കോ സൂര്യനോ ആഘാതം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് കണക്കാക്കുന്നത്. കൂട്ടിയിടിയുടെ ശക്തമായ ഗുരുത്വാകർഷണം കാരണം സൗരയൂഥം ഇപ്പോൾ മിൽക്കി വേയിലുള്ള സ്ഥാനത്തു നിന്നും മാറി പുതിയ ഗാലക്സിയുടെ മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ചു പോകാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ സൂര്യനും ഭൂമിയും പുതിയ ഗാലക്സിയുടെ ഏറ്റവും പുറം ഭാഗത്തേക്ക് തള്ളപ്പെട്ടേക്കാം. എങ്കിലും ഭൂമിക്ക് കേടുപാടുകളൊന്നും സംഭവിക്കില്ല. എന്നാൽ ഈ കൂട്ടിയിടി നടക്കുന്നതിന് കാലങ്ങൾക്ക് മുൻപ് തന്നെ സൂര്യൻ്റെ അനിയന്ത്രിതമായ താപവർധന നിമിത്തം ഭൂമിയിൽ ജീവൻ ഇല്ലാതായിട്ടുണ്ടാകും. ലോകാവസാനത്തിന് കാരണമായേക്കാവുന്ന മറ്റൊരു സാധ്യതയാണ് ഉൽക്കാപതനം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദിനോസർ യുഗത്തിന് അവസാനം കുറിച്ചതിന് സമാനമായി ഉൽക്കയോ ചിഹ്നഗ്രഹമോ ഭൂമിയിൽ പതിച്ചാൽ ജീവന്റെ നിലനിൽപ്പ് ഭീഷണിയിലാകും. എന്നാൽ അത് ലോകാവസാനത്തിലേക്ക് നയിക്കുമോ എന്ന് പറയാനാകില്ല. ദിനോസറുകൾക്ക് ശേഷവും ഇവിടെ ജീവൻ നിലനിന്നിരുന്നു എന്നോർക്കണം. ഇത്തരത്തിൽ ഉൽക്കാപതനം സംബന്ധിച്ച് മുൻകൂർ പ്രവചനം ഏറെക്കുറെ സാധ്യമല്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം അത്തരത്തിൽ ഉൽക്കാപതനം ഉണ്ടായാൽ ഭൂമിയെ സുരക്ഷിതമാക്കാനുള്ള വഴികളെക്കുറിച്ച് ശാസ്ത്ര സമൂഹവും ആലോചിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ വലിയ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗാമ റേ വിസ്ഫോടനം ഭൂമിക്ക് നേരെ വന്നാൽ ജീവന്റെ നിലനിൽപ്പ് ഭീഷണിയിലാകും. സൂര്യൻ 1000 കോടി വർഷം കൊണ്ട് പുറപ്പെടുവിക്കുന്ന ഊർജമാണ് സെക്കൻഡുകൾ കൊണ്ട് ഗാമ റേ വിസ്ഫോടനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഭൂമിയിലെ പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടും ജീവന് ഭീഷണിയുണ്ടാകാം. കൂറ്റൻ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയും അതുമൂലമുള്ള പൊടിപടലം കാലങ്ങളോളം അന്തരീക്ഷത്തിൽ തങ്ങിനിന്ന് സൂര്യപ്രകാശത്തെ തടയുകയും ചെയ്താൽ അതിശൈത്യത്തിന് സാധ്യതയുണ്ട്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ വ്യതിയാനം ഉണ്ടാവുകയോ ദുർബലമാവുകയോ ചെയ്താൽ സൂര്യനിൽ നിന്നുള്ള സൗരക്കാറ്റ് നേരിട്ട് ഭൂമിയിൽ പതിക്കാൻ കാരണമാകും. മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ കൊണ്ടും ഭൂമിയിൽ ജീവൻ വേരറ്റു പോകാം. അതിൽ പ്രധാനമാണ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും. കാർബൺ ബഹിർഗമനത്തിൻ്റെ അളവ് നിയന്ത്രണാതീതമായി തുടരുകയും അതുമൂലം താപനില ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ക്രമേണ ധ്രുവപ്രദേശങ്ങളിൽ ഉറഞ്ഞുകൂടിക്കിടക്കുന്ന ഐസ് ഉരുകുകയും ഘട്ടം ഘട്ടമായി കരയെ കടൽ വിഴുങ്ങുകയും ചെയ്യും. ലോകരാജ്യങ്ങൾ തമ്മിൽ ആണവ യുദ്ധം ഉണ്ടായാലും ജീവജാലങ്ങൾ ഇല്ലാതാകും. നിർമ്മിത ബുദ്ധി, ജൈവ ആയുധങ്ങൾ തുടങ്ങിയവയും ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയാകാമെന്നും ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.